ഇന്ന് വളരെ രുചികരമായ ഒരു ഗ്രീൻ പീസ് കറി ആയാലോ? അതിനായി കുറച്ച് ഗ്രീൻ പീസ് ഞാനിവിടെ കുതിർത്ത് വച്ചിട്ടുണ്ട്. ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു സവാളയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 5-6 അല്ലി വെളുത്തുള്ളി എന്നിവ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് എണ്ണയൊഴിച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ച് അതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ടയും അതിൻ്റെ ലീഫും ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉള്ളി വഴറ്റിയിൽ നിന്നും 1 സ്പൂൺ ഉള്ളി നമുക്ക് മാറ്റി വയ്ക്കാം. ഗ്രീൻ പീസ് കുക്കറിൽ 3-4 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. വഴറ്റിയ ഉള്ളിയുടെ കൂട്ടിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഇനി അരപ്പിനായി 1 പിടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഉള്ളി വഴറ്റിയതും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത കൂട്ട് ഗ്രീൻ പീസിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. രുചികരമായ ഗ്രീൻ പീസ് കറി തയ്യാർ.